എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കത് ദൈവത്തോട് നേരിട്ടങ്ങ് പറഞ്ഞുകൂടെ? ഇന്ന് ഞാൻ രാവിലത്തെ സർവീസിലും പറഞ്ഞ ഒരു വിഷയം, മെനി ഓഫ് us wrestle through the വറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ? ആകുലത, അല്ലേ? നമുക്കൊരുപാട് ആകുലതകളുണ്ട്, നമുക്കൊരുപാട് വേദനകളുണ്ട്, നമുക്കൊരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെയുണ്ട്, അല്ലേ? അല്ലെങ്കിൽ ശരിക്കും ബൈബിൾ ഭാഷയുമായി വിചാരങ്ങളുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുക, അതിൻ്റെ അർത്ഥം വിചാരപ്പെടുന്നതൊരു തെറ്റ് തന്നെയാണ്. ഇന്ന് ഓരോരുത്തരുടെ വിഷയം ഓരോന്നാണ്, മറ്റൊന്നും ആർക്കും ഒന്നും തോന്നരുത്. ഇഫ് യു ആർ എ സിംഗിൾ മം, അല്ലേ? നിങ്ങളൊരു പക്ഷേ പണ്ടത്തെ ഇങ്ങനത്തെ പദങ്ങളൊന്നും നമുക്ക് ഒത്തിരി അറിയാതെ, വിഡോ എന്ന് പറഞ്ഞാൽ അറിയാം, പക്ഷേ ഇപ്പോൾ ഒത്തിരി സിംഗിൾ മംസ് ഉണ്ട്, അല്ലേ? ഈ ചർച്ചിൽ തന്നെ ഒരു ഡസനോളം ആൾക്കാരുണ്ട്. നിങ്ങളുടെ വിഷയം വേറൊരു മമ്മിന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അല്ലേ? നിങ്ങളുടെ വിഷയം വേറെ, നിങ്ങൾ പറയുന്ന വിഷയം ആരും മനസ്സിലാക്കണമെന്ന് നിങ്ങളെല്ലാവരോടും പറയുന്ന ആളും ആയിരിക്കത്തില്ല, പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളെ അറിയുന്നൊരു ദൈവം ഉണ്ടെന്ന് മാത്രം ഞാൻ പറയുന്നു. അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് അതിലും അവസ്ഥ. പക്ഷേ ആ കുഞ്ഞുങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് ആ കുഞ്ഞുങ്ങളെക്കുറിച്ചും വലിയ പദ്ധതികളുണ്ട്. ഇവിടെ ബിസിനസ്സുകാരായിട്ട് നിങ്ങൾ ഒത്തിരി പേരിപ്പോൾ എനിക്കറിയാം. ഇവിടെ ഒന്നിട്ട് ബിസിനസ്സുകാരൊക്കെ വലിയ ഒരു കാലത്ത് തിരുവനന്തപുരത്തെ കൊടികെട്ടിയ ബിസിനസ്സുകാരായിരുന്നു. പക്ഷേ ഇന്നൊരു വലിയ പ്രശ്നങ്ങളിലൂടെ പോവുകയാണ്. വലിയ ബാങ്ക് ജപ്തിയും അതും കടവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് ചിലരുടെയൊക്കെ അവസ്ഥ. അപ്പം ബിസിനസ്സുകാരായ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നം, വേറെ ചിലർക്ക് രോഗങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ. ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഈ ചർച്ചിൽ തന്നെയുള്ള 3 സഹോദരിമാർക്ക് തൈറോയിഡ് സർജറി കഴിഞ്ഞു. അതിൽ 2 എണ്ണമെങ്കിലും CA ആണ്, ഒരാളുടെ ബെനൈനാണ്, ശരിയാണ്, കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും ഇപ്പോൾ ഇത് അറിയണമെന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ സുഖപ്പെട്ട് തൽക്കാലം നിൽക്കും. പക്ഷേ ഇത് എപ്പോഴാണ് ഒരു റിലാപ്സ് എന്നുള്ളൊരു ഭയം എപ്പോഴും കാണും. അതിൻ്റെ അർത്ഥം ഒരു വറി എപ്പോഴും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ശാരീരിക അസ്വസ്ഥത, അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്നൊരു രോഗം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗത്തെക്കുറിച്ചൊരു ഭയം, അതെപ്പോഴും നമ്മളെ ഇട്ട് അലട്ടിക്കൊണ്ടിരിക്കും. കുട്ടികളെ സംബന്ധിച്ചോളം, യുവാക്കളെ സംബന്ധിച്ചോളം, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പഠനം അതൊരു വലിയ പേടിയാണ് തന്നെയാണ്, അല്ലേ? പരീക്ഷയെന്ന് കേൾക്കുമ്പം ഭയങ്കര പേടിയാണ്, പണ്ടത്തെ പോലെ അല്ല, അല്ലേ? അപ്പം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പല അപ്പോൾ ഇവിടെയൊക്കെ ഓർക്കണം, ഏത് തരത്തിലുള്ളവരാണെങ്കിലും നമുക്കെല്ലാം ഈ ഒരു ആകുല ചിന്ത അല്ലെങ്കിൽ ഒരു വിചാരം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, there is somebody who always comes to steal, to kill and to destroy. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ കള്ളൻ വരുന്നത്. കള്ളൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വേറെ ആരുമല്ല, പിശാചിനെ തന്നെയാണ്. അപ്പം ഇവിടെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ഈ പറഞ്ഞ പോലെ ആകുലപ്പെട്ടിരിക്കാനല്ല നമ്മളെ സൃഷ്ടിച്ചത്. അല്ല ചോദിക്കുക, ആദാമും ഹവ്വയും കൂടെ ഇങ്ങനെ തോട്ടത്തിൽ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇന്ന് എന്തൊരു കറി വയ്ക്കും, അല്ല ചോദിക്കുക, ആ ഏതൻ തോട്ടത്തിൽ ഇരുന്നുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആകുലപ്പെട്ടിരിക്കുന്ന ഒരു രംഗം അല്ല ചോദിക്കുക, അല്ലേ? അവരെന്ത് സന്തോഷമായിട്ടായിരുന്നു, അവരില്ല എന്താ പറയുന്നത്, അല്ല കിളികളെ പോലെ അവരിങ്ങനെ പറന്ന് കിടന്നു അവിടെ. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പം ദൈവം ഇറങ്ങി വരും, ദൈവം രണ്ടുപേരുടെയും തോളിലിങ്ങനെ കൈയിട്ട് 2 പേരും കൂടെ 3 പേരും കൂടെ എന്താണ് ആ ഈവനിങ് വാക്കുമൊക്കെ ആലോചിച്ച് നോക്കി, എന്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം എപ്പോഴാണിത് വന്നത്? ഇന്ന് ഈ ആകുലത കൂടുമ്പം, സ്ട്രെസ്സ് നല്ലൊരു വാക്കാണ്, ഇംഗ്ലീഷിൽ നല്ല വാക്ക് സ്ട്രെസ്. ഈ സ്ട്രെസ്സ് വന്നാൽ അതാണൊരു വലിയ കാരണം. എന്തിന്? ഹാർട്ട് അറ്റാക്കിന്, അല്ലെങ്കിൽ ഒരു ഹാർട്ട് പ്രോബ്ലംസിന് ഏറ്റവും കൂടുതൽ കാരണം. നമ്മുടെ കാർഡിയോളജിസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ പരസ്യമായിട്ട് പറയട്ടെ. ഈ സ്ട്രെസ്സാണ്. ഇനി സ്ട്രെസ്സ് ഹാർട്ട് പ്രോബ്ലം മാത്രമാണോ? അല്ലാത്ത ഒരുമാതിരിപ്പെട്ട, യു നെയിം ഇറ്റ്, ശരീരത്തിൽ വരുന്ന ഒരുമാതിരിപ്പെട്ട രോഗങ്ങൾക്ക് മുഴുവൻ കാരണം വേറെന്താണ്? സ്ട്രെസ്, നമ്മുടെ ഈ ആകുലത തന്നെയാണ്. അവിടെയാണ് മത്തായി സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നതായിട്ട് ഈ വാക്യം നിങ്ങൾ ഏറ്റെടുക്കുക. എന്താണ്? അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. അതുകൊണ്ട്, ഇനി ഏതുകൊണ്ടാന്നുള്ളത് വീട്ടിൽ പോയാൽ മുമ്പിലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, നാളേക്കായി വിചാരപ്പെടരുത്. നോട്ട് വറി അബൌട്ട് ടുമോറോ. നാളെ എന്നൊരു ദിവസം ഉണ്ട്, ശരിയാ. അപ്പം നാളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. ഇനി എൻ്റെ ബാക്കി ഞാൻ തൽക്കാലം വിടുന്നില്ല. എൻ്റെ ഒരു ചോദ്യം, ഹാസ് അറ്റ് എനി ടൈം ഹാസ് യുവർ വറി ഹെൽപ്ഡ് യു? നിങ്ങൾ ഈ ആകുലപ്പെട്ടതുകൊണ്ട് അത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നലെ മൊത്തം ഇരുന്ന് അങ്ങ് ഞാൻ ആകുലപ്പെട്ടു കേട്ടോ, ആകുലപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി എന്ന് പറയുന്നതിരുന്ന് കൈ പൊക്കിക്കേ.
ഇന്നലെ രാത്രി എനിക്കങ്ങ് വിചാരം വന്ന് ഞാനങ്ങ് രാത്രി ഉറക്കം വരാതെ ഞാനങ്ങ് വിചാരപ്പെട്ട് തിരിഞ്ഞും കിടന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല സുഖം. അങ്ങനെ വരത്തില്ലല്ലോ സുഖം. വിചാരപ്പെട്ട് സുഖമല്ല വരുന്നത്, അല്ലേ? ഇന്ന് വരെ വിചാരപ്പെട്ട് ആകുലപ്പെട്ട് ആർക്കും ഒരു ഗുണം ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടു. അപ്പം ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു. അതാണ് ഞാനീ പറഞ്ഞത്, ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു, അല്ലേ? അത് ഇറ്റ്സ് വെരി അൺഹെൽത്തി. സഭാപ്രസംഗിലൊരു വാക്യമുണ്ട്, 11-ാം അധ്യായം 10-ാം വാക്യം. സഭാപ്രസംഗി 11-ാം അധ്യായം 10-ാം വാക്യത്തിലൊരു വാക്യം, നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റിക്കളയുക. നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റിക്കളയണം. വ്യസനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അകറ്റിക്കളയണം, അല്ലേ? അതിൻ്റെ അർത്ഥം യു ഹാവ് ടു വിൽഫുള്ളി ഡൂ സംതിങ്. ഇത് അകറ്റിക്കളയണം. ഇപ്പം ഹൃദയത്തിന് എന്തൊരു ഉദാഹരണത്തിന് ഇപ്പം എന്താണ്, ആർട്ടറീസിന് ബ്ലോക്ക് വരും, നിങ്ങൾ എന്ത് ചെയ്യും? അകറ്റിക്കളയും. ആ ബ്ലോക്ക് എന്ത് ചെയ്തും അതൊന്ന് പൊട്ടിച്ചു വിടുക. അതിനെന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്തെങ്കിലേ പറ്റും. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ഈ വ്യസനം എന്ത് ചെയ്യണം? അകറ്റിക്കളയാൻ നിങ്ങൾ തീരുമാനിക്കണം. ഇംഗ്ലീഷിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. വറിയിങ് അബൌട്ട് ടുമോറോ മേക്സ് യു മിസ് ഔട്ട് ഓൺ ടുഡേ. നാളെക്കുറിച്ച് നിങ്ങളങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരുന്നാൽ ഇന്നത്തെ ദിവസം ജീവിക്കാൻ നിങ്ങൾ വിട്ടുപോകും. കാര്യം നിങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്ന നാളത്തേക്ക് എന്താവുമെന്നാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ജീവിക്കാൻ നിങ്ങൾ വിട്ടുപോയി. ആരെങ്കിലും ഇന്നത്തെ ദിവസം ജീവിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാമോ? ഇന്നത്തെ ദിവസം ജീവിക്കുന്നില്ലെങ്കിൽ അവൻ ഒറ്റ കാരണമേ ഉള്ളൂ. എന്താ? നിങ്ങൾ നാളെക്കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഈ നാളെയിൽ നിൽക്കുന്നവരെല്ലാം ഇങ്ങോട്ടൊന്ന് വന്നേ. നമുക്ക് ഇവിടെ ചവിട്ടി ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ കാര്യം നമുക്ക് സംസാരിക്കാം. നാളത്തെ കാര്യം നാളെ. ഓക്കെ, ഇറ്റ് സ്റ്റീൽസ് യുവർ പ്രസൻറ്റ് ആൻഡ് ഹൈഡ്സ് യുവർ ഫ്യൂച്ചർ, അല്ലേ? ഇന്നത്തെ വർത്തമാനകാലത്തെ എന്ത് ചെയ്യുന്നു? അത് മോഷ്ടിക്കുന്നു. കാരണം ഇന്നെനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നില്ല, ഇന്നെനിക്ക് ആശ്വാസത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല, ഇന്നെനിക്കൊന്ന് ചിരിക്കാൻ പോലും പറ്റുന്നില്ല. കാര്യം എന്താ? ഞാൻ നാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ സമാധാനം അത് മോഷ്ടിക്കുന്നു. പക്ഷേ ആൻഡ് ഇറ്റ് ഹൈഡ്സ് യുവർ ഫ്യൂച്ചർ. നാളെ ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ഒരു ഭാവിയുണ്ട്, അത് കാണാൻ എൻ്റെ കണ്ണ് തുറക്കത്തേയില്ല. യേശു എപ്പോഴെങ്കിലും ആകുലപ്പെട്ടതായിട്ട് നിങ്ങൾ വായിക്കുന്നുണ്ടോ സുവിശേഷങ്ങളിൽ? ഇപ്പം ഉദാഹരണത്തിന് യേശുവിന് വേണേൽ ആകുലപ്പെടാം ചില കാര്യങ്ങളിൽ. എൻ്റെ കുടുംബം എന്നെപ്പറ്റി എന്ത് ചിന്തിക്കും? എൻ്റെ ശിഷ്യന്മാരെന്നെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഈ ജനക്കൂട്ടമല്ല എന്നെപ്പറ്റി എന്താ പറയുന്നത്? അയ്യോ, പരീശന്മാരെന്ത് വിചാരിക്കും? ഇന്നിരുന്നോട്ട് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ഇതൊക്കെ തന്നെയല്ലേ? ആലോചിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനെ പറ്റിയാണ്? മനുഷ്യരെന്തോന്ന്. അയ്യോ, ഈ വാട്ട് വിൽ പീപ്പിൾ തിങ്ക്, അതൊരു വലിയ ട്രാപ്പാണ്. എന്താണ്? മനുഷ്യ ഭയം ഒരു കണിയോ? രണ്ടിലൊന്നും തീരുമാനിച്ചേക്കത്. കെണിയെങ്കിൽ കെണി. അപ്പോൾ ഈ മനുഷ്യരെ ഭയപ്പെട്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു കെണിക്കാത്ത. അത് ഇന്ന് ആരെങ്കിലും ആ കെണിക്കകത്ത് വീണണമെങ്കിൽ ഇന്ന് ഞങ്ങൾ നിങ്ങളെ തുറന്നു വിടാം, പൊയ്ക്കോണ്ട് വിടുന്നു. എന്നിട്ട് അല്ലേ, ഒരു എലിപ്പെട്ടിയും തുറന്നു വിടുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞത്. ഇന്ന് അതിൽ നിന്ന് പുറത്ത് കടന്നോണം. മനുഷ്യരെന്ത് ചിന്തിക്കും? അയ്യോ, ഒരു കാലത്ത് ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു വ്യക്തിയുണ്ട് തിരുവനന്തപുരത്ത്. ആരാന്നറിയാമോ? ഞാൻ. എൻ്റെ പ്രശ്നം എപ്പോഴും കൊച്ചുനാളോട്ട് വളർന്നു വരുമ്പം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും? അത് ശുശ്രൂഷയിലായിട്ടും പ്രശ്നം ഇതായിരുന്നു, അല്ലേ? ഈ ചവ തുടങ്ങിയപ്പോഴും എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പെന്തിക്കോസ്തുകാരെന്തോ പറയും. അതൊരു വലിയ പ്രശ്നമായിരുന്നു. എന്നും എനിക്ക് പ്രശ്നമായിരുന്നു, അല്ലേ? മറ്റുള്ളവരെന്ത് പറയും? ഇതായിരുന്നു പ്രശ്നം. ഒത്തിരി നാളെടുത്ത് കേട്ടോ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വന്നെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആ ചിന്തയൊക്കെ വരും. പക്ഷെ എന്നാലും ദൈവം എന്നെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനത് എന്തിനായി തുറന്നു പറയുന്നതെന്നറിയാമോ? വാട്ട് വിൽ അതേഴ്സ് തിങ്ക്? അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കെണിയിൽ നിന്ന് നിങ്ങളിന്ന് രക്ഷപ്പെട്ടു പോന്നോണം. നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ ചിന്തിക്കുന്നതല്ല വിഷയം. ദൈവം നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, നിങ്ങളത് എൻ്റെ ദൈവം എങ്ങനെ കാണുന്നു, ദാറ്റ് ഇസ് ഇറ്റ്, അല്ലേ? അതാണ് കാര്യം. ഞാനെപ്പോഴും ചോദിക്കാറുണ്ട്, ഹാവ് യു എവർ സീൻ എ വറിയിങ് ബേർഡ്? ഒരു ആകുലപ്പെട്ടിരിക്കുന്ന ഒരു പക്ഷിയെ ഇന്ന് വരെ ആരെങ്കിലും കണ്ട്? നമ്മൾ കേരളത്തിൽ കാണുന്ന ഏറ്റവും കൂടുതൽ പക്ഷി ഏതാ? കാക്ക. നിങ്ങളുടെ വീടിൻ്റെ എന്താണ് കൂരയുടെ മണ്ടയിലോ മുറ്റത്തോ വന്നൊരു കാക്ക ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു കാക്കയെ കണ്ടുണ്ടോ? നിങ്ങളാണ് കാക്കയെ എന്തു പറ്റി? എനിക്കിനി അടുത്ത നേരം കഴിക്കാൻ അവിടെ നിന്ന് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ എന്ന് ഇന്ന് വരെ ഒരു കാക്ക പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? നിങ്ങളിങ്ങനെ ഇരിക്കുന്നുണ്ട്, കാക്ക ചോദിക്കുകയാണ് എന്തു പറ്റി? ഞങ്ങളെ സൃഷ്ടിച്ചവൻ ഞങ്ങളെ പുലർത്തുന്നു. ഞങ്ങളെക്കാട്ടിലും മേന്മയുള്ളവരല്ലേ നിങ്ങൾ?
തൻ്റെ സ്വന്തം ചായ സൃഷ്ടിച്ചതല്ലേ. ഞങ്ങളെന്നും ദൈവത്തിന് സ്വയം, അല്ലെങ്കിൽ ഞങ്ങൾ കാക്കയും കുയിലും ഒക്കെ ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ സ്വന്തം ചായയിലാണ് സൃഷ്ടിച്ചത്. അതിൻ്റെ അർത്ഥം മുഖത്തിൻ്റെ ഷേപ്പല്ല അറിഞ്ഞ കേട്ടോ, അല്ലേ? അങ്ങനെ സൃഷ്ടിച്ച നമ്മളിങ്ങനെ ഇരിക്കുക. കാക്കയ്ക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ എത്രയോ കാക്കകൾ നിങ്ങളടുത്ത് ചോദിച്ചേനെ. നിങ്ങളവിടുന്ന് പട്ടിയും പൂച്ചയൊക്കെ ചോദിച്ചേനെ നിങ്ങളടുത്ത്. വീട്ടിൽ പട്ടിയുള്ളതെല്ലാം ഉണ്ടോ, അല്ലേ? ആ പട്ടി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടുണ്ടോ? ആ പട്ടി വരെ ഓടിച്ചാടി നടക്കുന്നു ശരിക്കും പറഞ്ഞാൽ, അല്ലേ? നിങ്ങളുടെ വീട്ടിൽ കാണുന്ന പൂച്ച, അതിന് പോലും ഒരു സങ്കടമില്ല. പക്ഷെ നിങ്ങൾക്കോ? സത്യം പറഞ്ഞാൽ ഈ പൂച്ചയ്ക്കും പട്ടിക്കുമൊക്കെ സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ തിരിച്ച് 2 ചോദ്യം ചോദിച്ചേനെ. ഞങ്ങളെക്കാട്ടിലും എത്രയോ വിശേഷതയുള്ളവരാണ് നിങ്ങളെന്താ ഇങ്ങനെ, അല്ലേ? ഇതൊരു വലിയ സത്യമാണ് പ്രിയപ്പെട്ടവരെ. നെവർ ബി വറീഡ്. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കരുത് ഒരിക്കൽ. 2 രാജാക്കന്മാരിലേക്ക് വന്നേ. പഴയ നിയമത്തിലൊരു സംഭവം നോക്കാം. 2 Kings chapter 5 verse 15. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 15-ാം വാക്യം. പിന്നെ അവൻ തൻ്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങി വന്ന് അവൻ്റെ മുമ്പാകെ നിന്നു. ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിൽ അതല്ല 2 Kings 6:15. എൻ്റെ പൊന്നെ, നാമാനി പോയി നിന്നോ. 6. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. അയ്യോ യജമാനെ, നാം എന്ത് ചെയ്യണം? വേലക്കാരൻ രാവിലെ കഥ തുറന്ന് പുറത്തോട്ടിറങ്ങിയപ്പം എന്താ കണ്ടത്? മൊത്തം വന്ന് ചുറ്റിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചുറ്റിയിരിക്കുന്നത്? സൈന്യം, കുതിരകളും രഥങ്ങളുമായി വന്ന് പട്ടണം വളഞ്ഞിരിക്കുന്നു. ഈ ശത്രു സൈന്യമെന്ന് ഓർക്കണം. ഇവനങ്ങ് നിലവിളിച്ചു, യജമാനെ സാറേ നമ്മൾ എന്ത് ചെയ്യും? എന്ത് സംഭവിച്ചെന്നറിയാമോ? അടുത്ത വാക്യത്തിൽ വായിച്ചേ. അതിനവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം. നമ്മോട് കൂടെ ചിലരുണ്ട്, പക്ഷെ നമ്മോട് കൂടെ ഉള്ളവർ ദാണ്ട് നീ ഈ കാണുന്ന സൈന്യത്തെക്കാട്ടിലും അധികമാണ്. പക്ഷെ ചോദ്യം, ഈ പയ്യൻ അത് കാണുന്നില്ലല്ലോ. അവൻ കാണുന്ന ഈ ശത്രു സൈന്യത്തെ അല്ലേ. പക്ഷേ ദൈവമനുഷ്യൻ കാണുന്നത് ഈ ശത്രു സൈന്യത്തെ അല്ല, അല്ലേ? അതിനെക്കാട്ടിൽ ഇമ്മീഡിയറ്റ് റിയാലിറ്റി ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ ചുറ്റുമുണ്ട്. അപ്പോഴാ അയാളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അടുത്ത വാക്യം. പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ, കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. ആരാ തുറന്നത്? ദൈവം അവന്റെ കണ്ണ് തുറന്നു. ഏലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഇവൻ എന്തോ ആദ്യം കണ്ടത്? ശത്രുവിൻ്റെ സൈന്യം കണ്ടു. പക്ഷേ ദൈവം അവൻ്റെ കണ്ണ് തുറന്നപ്പം എന്താ കണ്ടത്? ശത്രുവിൻ്റെ സൈന്യമല്ല, ദൈവത്തിൻ്റെ സൈന്യം അതിനെക്കാട്ടിലും മുമ്പേ തങ്ങളെ ചുറ്റി നിൽക്കുന്നു. ഇന്ന് രാവിലെ എൻ്റെ പ്രാർത്ഥന അതാ. വറി കംസ് വെൻ യു ലുക്ക് ഓൺലി ത്രൂ യുവർ ഫിസിക്കൽ ഐസ്. നമ്മുടെ ഈ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ അത് ആകുലപ്പെടാനുള്ള വിഷയങ്ങളെ നമ്മൾ കാണത്തുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട്, അത് കണ്ടാൽ വീണ്ടും വീണ്ടും ആകുലപ്പെടാനേ തോന്നത്തുള്ളൂ. നിങ്ങളുടെ മോൻ്റെ പ്രോഗ്രസ് കാർഡ്, അത് കണ്ടാൽ പിന്നെ ആകുലപ്പെടാനേ ഉള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അടിച്ചു നോക്കുമ്പം ആകുലപ്പെടാനേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ ആകുലപ്പെടാനേ ഉള്ളൂ, അല്ലേ? പക്ഷേ അവിടെ നിന്ന് ഓർക്കണം, when you choose to define your situation according to the perspective, your perspective, instead of God's perspective, ഞാനിതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ചിന്തിച്ചാൽ സങ്കടപ്പെടാനേ നേരമുള്ളൂ. പക്ഷേ എൻ്റെ അവസ്ഥയെ ദൈവം എങ്ങനെ കാണുന്നു എന്ന് ചിന്തിച്ചാൽ എനിക്ക് ആകുലപ്പെടാനൊന്നുമില്ല, അല്ല. ചില കാര്യങ്ങൾ ദൈവം എന്തിനു അനുവദിക്കുന്നു കർത്താവ്? ഇപ്പം ദിവസങ്ങളിൽ നിങ്ങൾ പലരും ദൈവത്തോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, വൈ ഡിഡ് യു ഡു ദാറ്റ് ലോർഡ്, വൈ ഡിഡ് യു അലോ ഇറ്റ് ലോർഡ്? നീ എന്തിനത് അനുവദിച്ചു? ഒരു മരണം വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താ? എന്തിന് ദൈവമേ നീ അത് അനുവദിച്ചു? നമുക്കിന്ന് ഉത്തരവില്ല പ്രിയപ്പെട്ടവർ. പക്ഷേ ഇൻ ഗോഡ്സ് പെർസ്പെക്റ്റീവ്, ദൈവത്തിൻ്റെ ആ കണ്ണിലൂടെ കാര്യങ്ങളൊന്ന് നോക്കിയേ. പക്ഷെ അത് നമുക്ക് ആദ്യം പിടികിട്ടുന്നില്ല. അപ്പം ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ മുമ്പിലുള്ള ശത്രുക്കളെയാണ്. പക്ഷേ നമ്മളോട് ഏറ്റവും അടുത്തേക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് 2 Corinthians 4:18 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണെന്നറിയാം? 2 Corinthians 4:18, 2 Corinthians 4:18 തോന്നുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദയവേത് എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ കാണുന്നതിനെ നോക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കരുത്. കാണുന്നതിനെ നോക്കിക്കൊണ്ടിരുന്നാൽ അത് നമ്മളെ വല്ലാണ്ട് നിരാശപ്പെടുത്തും, നമ്മളെ അധൈര്യപ്പെടുത്തും, നമ്മളെ ഭയപ്പെടുത്തും, അല്ലേ? നമുക്കുള്ള ഈ പറഞ്ഞ പോലെ വിശ്വാസം കൂടെ പോയി കിട്ടും കാണുന്നത്.
പക്ഷേ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ കാണുന്നത് എന്താണെന്ന് എഴുതിയിരിക്കുന്നത്? താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പം നമ്മുടെ ശരീരത്തിലൊരു അസുഖം, അതിൻ്റെ ഒരു റിപ്പോർട്ട്, ഒരു മെഡിക്കൽ ഒരു റിപ്പോർട്ട്, അത് കാണുന്നതാണ്, ശരിയാണ്. പക്ഷേ ഒന്നോർത്തോണം, അത് താൽക്കാലികമാണ്, അല്ലേ? അത് ടെമ്പറലാണ്. പക്ഷേ നിത്യമായ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് പറയുക? നിത്യമായ കാര്യം, ഞാൻ എൻ്റെ കർത്താവിനോട് ചേർന്ന് ഞാൻ യുഗായുഗമായി അവനോടൊപ്പം വസിക്കും. എൻ്റെ കണ്ണീരെല്ലാം തുടയ്ക്കും, അല്ലേ? എൻ്റെ കണ്ണീരെല്ലാം തുടയ്ക്കും. ഞാൻ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തോടുകൂടി ഞാൻ എൻ്റെ കർത്താവിനോടൊപ്പമായിരിക്കും. അത് നിത്യമായ കാര്യമാണ്. പക്ഷേ പ്രശ്നം, നമ്മൾ ആ നിത്യമായ കാര്യമാണോ കാണുന്നത്, അതോ നമ്മുടെ മുമ്പിലുള്ള റിപ്പോർട്ടാണോ കാണുന്നത്? ഇന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും മുമ്പിൽ ഇങ്ങനെ നിങ്ങളെ പെട്ടെന്ന് കാണിക്കുന്ന ചില റിപ്പോർട്ടുകളുണ്ട്. ചിലപ്പോൾ ഈ ഡോക്ടേഴ്സ് ഒരു കഠിനമായൊരു രോഗമായിട്ട് നിങ്ങൾ പോയാൽ ആ ഡോക്ടർ പറയും, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെന്ത് ചെയ്യും? ഒന്ന് ധൈര്യപ്പെടുത്തും. അപ്പം ആദ്യം ഇങ്ങനെയൊക്കെ ഡോക്ടർമാർ പറയും, ഇച്ചിരി കഴിയുമ്പോൾ നമുക്കൊരു സംശയം, ഇയാൾ പറഞ്ഞത് ശരിയാണോ, അത് വല്ലതും മറയ്ക്കുന്നുണ്ടോ? അപ്പോൾ എന്നോടൊക്കെ പലരും വന്ന് പറയാറുണ്ട്, പാസ്റ്റർ ഒന്ന് ഞങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കൂ. അപ്പോൾ നമ്മളിങ്ങനെ ചെല്ലും, ഞാൻ പാസ്റ്ററാണ്, എന്തെങ്കിലും പറയാണ്ട് സത്യം എന്നോട് പറയാം. അപ്പോൾ ഈ ഡോക്ടർക്കും രോഗിക്കും രോഗിയുടെ വീട്ടുകാർക്കും വലിയ ധൈര്യം കൊടുത്ത ആൾ എന്നോട് പറയുന്നത് എന്താണെന്നറിയാം? ക്യാൻ ഐ ടെൽ യു ദ ട്രൂത്ത്, ദ പ്രോഗ്നോസിസ് ഈസ് വെരി ബാഡ്. എന്താണ്? പ്രതീക്ഷ വേണ്ട. അപ്പോൾ ഞാൻ ചിന്തിക്കും, ഇതങ്ങ് അവിടെ പറഞ്ഞാൽ എന്താ, അത് പറയാൻ പറ്റത്തില്ല, അതാ പ്രശ്നം. അപ്പോൾ ഇതുപോലെ ചിലപ്പം ലോകം പറയും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയും, വൈദ്യശാസ്ത്രം പറയും, ദ പ്രോഗ്നോസിസ് ഈസ് ബാഡ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ വേണ്ട, ഒത്തിരി മുന്നോട്ട് പോകത്തില്ല. പക്ഷേ അങ്ങനെ പറയുമ്പം പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തുവാ നമ്മുടെ മനസ്സിൽ വരുന്നത്? അയ്യോ, അപ്പോൾ ഇനി പ്രതീക്ഷയില്ലേ, അപ്പോൾ ഇനി എന്തോ പറ്റാൻ പോകുന്നേ, നമുക്ക് ഭയമായി. പക്ഷേ ഡോക്ടേഴ്സ് ബാഡെന്ന് പറയുമ്പം അത് താൽക്കാലികമാണ്, അല്ലേ? ഈ ശരീരത്തെ സംബന്ധിക്കുന്ന കാര്യമാണ് താൽക്കാലികം. പക്ഷെ നിത്യം എന്തുവാ? ഞാൻ ഇവിടെ കണ്ണടച്ചാലും എവിടെ കണ്ണ് തുറക്കും, ഞാനിവിടെ കണ്ണ് അടയ്ക്കുന്ന നിമിഷം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ പോയി കണ്ണ് തുറക്കും. അത് നിത്യമായ കാര്യമാണോ പ്രിയപ്പെട്ടവരെ? അപ്പം നമ്മുടെ പ്രശ്നം വീണ്ടും ഈ താൽക്കാലികമായിട്ട് കാണുന്ന കാര്യം കണ്ടിട്ട് നമ്മളങ്ങ് പറയും. അപ്പം ഇവിടെയാണ് കാണുന്നതിനെ അല്ല, കാണാത്തതിനെ 1 യോഹന്നാൻ 4:4 ഗ്രേറ്റർ ഇസ് ഹി ദാറ്റ് ഇസ് ഇൻ യു ദാൻ ദ വൺ ഹു ഈസ് ഇൻ ദി വേൾഡ്. നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. 1 യോഹന്നാൻ 4:4 നിന്നിലുള്ളവൻ, അല്ലേ? അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആളുണ്ട്. ആരാ അത്? നമ്മളിൽ ഉള്ളിലുള്ള ആരാ? നമ്മൾ ചിലപ്പോൾ ഈ ദേഷ്യം വരുമ്പോൾ പറയാറില്ലേ, എൻ്റെ അകത്തുള്ളതിനെ നീ കണ്ടിട്ടില്ല, അല്ലേ? ശരിക്കുള്ള എന്നെ നിനക്ക്. എൻ്റെ അർത്ഥം ഇപ്പോഴും അകത്തിരിക്കുന്ന ആരാന്ന് മനസ്സിലായല്ല, അല്ലേ? നമ്മൾ അത് പറയാറുണ്ട്. എന്താണ്? നീ കണ്ടിട്ടില്ല. ഇനി നമ്മൾ എന്താ പറയണ്ടേ? എൻ്റെ ഉള്ളിലിരിക്കുന്ന ആരാണെന്ന് കണ്ടിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പഠിക്കണം പ്രിയപ്പെട്ടവരെ, അല്ലേ? നമ്മുടെ മുമ്പിൽ വലിയ വെല്ലുവിളി വരുമ്പം പിശാചിനെ നോക്കി നമുക്ക് തൻ്റെ ലുക്ക്, നിൻ്റെ കൂടെ ഉള്ളവനേക്കാളും വലിയവനാണ് എൻ്റെ ഉള്ളിലുള്ളവൻ എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് വരണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ നമ്മുടെ കണ്ണ് തുറക്കണം. ആ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ കണ്ടു. ഇന്ന് ദൈവമക്കളായ നമ്മുടെയും കണ്ണൊന്ന് തുറന്ന് കിട്ടിയിരുന്നെങ്കിൽ നമ്മളും ശരിക്കും ആ ഒരു യാഥാർത്ഥ്യം നമ്മളൊന്ന് കണ്ടേനെ. ഇവിടെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇഫ് യു ആർ റിയലി വറീഡ്, സർട്ടൻ തിങ്സ് യു നീഡ് ടു ഡു. ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യണം. എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ്. ഈ വചനം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണ്. അത് നമ്മളോടാണ് പറയുന്നത്, അല്ലാതെ എന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആർക്കോ വേണ്ടി എഴുതിയല്ല. ഇന്ന് ജീവിക്കുന്ന നമുക്ക് വേണ്ടിയുള്ള, അല്ലേ, നമുക്കുള്ള ഉപദേശങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഇത് വായിക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചെയ്യണം, ഒബേ വാട്ട് ഇറ്റ് സേയ്സ്. ഈ വചനം എന്തു പറയുന്നു അതെന്ത് ചെയ്തേക്കണം? അങ്ങ് അനുസരിച്ചേക്കണം. ഇനി ഇതിനകത്തുള്ള കാര്യങ്ങൾ അനുസരിക്കാൻ നമ്മോട് ദൈവം പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, വേറെ ആരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അടുത്തത്, രണ്ടാമത് ചെയ്യേണ്ടത്, നമ്മുടെ വറി അതങ്ങ് ദൈവത്തോടങ്ങ് പറയണം. ടെൽ ഇറ്റ് ടു ഗോഡ്. ദൈവത്തോട് പറയാം. അതുകൊണ്ടല്ലേ മനോഹരമായ പാട്ട് വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. അതിനകത്തൊരു വരിയുണ്ട്. എന്താണ്? ഓൾ ബിക്കോസ് വി ഡു നോട്ട് ക്യാരി എവറിത്തിങ് ടു ഗോഡ് ഇൻ പ്രെയർ. അതുകൊണ്ട് എന്താ? ഓ വാട്ട് പീസ് വി ഓഫൺ
ഫോർ ഫീറ്റ്. ഓ വാട്ട് പെയിൻലെസ്, അല്ല നീഡ്ലെസ് പെയിൻ വി ബെയർ. എന്തിനാ ഇങ്ങനെ ഈ മനക്കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞാനിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? എന്തുകൊണ്ടാണ്? ഒറ്റ കാരണമേ ഉള്ളൂ, ഇതെല്ലാം പോയി പ്രാർത്ഥനയിൽ യേശുവോട് ചൊല്ലായിക നിമിത്തം. അല്ലേ? ഇന്ന് ഈ രാവിലെ കാലം വേദനയോടെ ആകുലപ്പെട്ട് വിഷമിച്ചിരിക്കുന്നവർ, നിങ്ങളോട് 2 കൈയും കൂപ്പിക്കൊണ്ട് പറയട്ടെ, ഒരു പക്ഷേ ഞങ്ങൾക്ക് ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല, സഭയിലുള്ളവർക്കും സഹായിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഏറ്റവും നിങ്ങളെ സ്നേഹിക്കുന്ന സ്വന്തക്കാർക്കും പറ്റത്തില്ല, നിങ്ങൾ പ്രതീക്ഷ വെച്ചിരിക്കുന്ന ആശ്രയം വെച്ചിരിക്കുന്ന ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. ഒരാൾക്കേ നിങ്ങളെ സഹായിക്കാൻ പറ്റും. ആരാ? ദൈവത്തിന്. പക്ഷേ ആ ദൈവം സഹായിക്കാൻ മനസ്സുണ്ട്. പക്ഷേ God is waiting for you to ask so that he can give. എന്താണ്? ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയാറുണ്ട്, God always does things as an answer to someone's prayer. ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത് ആരുടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ എന്തിനായി പ്രാർത്ഥിച്ചിട്ട് പ്രവർത്തിക്കാൻ? അങ്ങ് പ്രവർത്തിച്ചുകൂടെ? അങ്ങനെ പ്രവർത്തിക്കില്ല, അല്ലേ? അങ്ങോട്ട് പ്രാർത്ഥനയിൽ ചോദിക്കണം, അങ്ങോട്ട് പ്രാർത്ഥനയിൽ എൻ്റെ വിഷയം പറയണം. അത് പറയുമ്പം അതിന് ഉത്തരമായിട്ട് ദൈവം എന്ത് ചെയ്യും? പ്രവർത്തിക്കും, അല്ലേ? ചിലപ്പോഴും നമ്മളിതൊന്നും പറയുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, ചിലപ്പോൾ നിങ്ങൾ ഈ ഡോക്ടറിനെ കാണാൻ പോകുമ്പോഴേ, ഡോക്ടർ കൂടി നിങ്ങളെ ഒരു പേഷ്യൻറ്റിനെ കാണാൻ ഇത്ര മിനിറ്റ് എന്നൊക്കെ ഉണ്ട്, അതിനാണ് അവർ 500 രൂപ വാങ്ങിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളങ്ങോട്ട് വന്ന്, പിന്നെ ഡോക്ടറെ, പിന്നെ എനിക്ക് നിങ്ങളുടെ പുരാണമൊന്നും കേൾക്കാൻ അയക്ക് നേരവുമില്ല, അല്ലേ? അപ്പോൾ ഒരു ഡോക്ടറോട് ചെന്ന് നമ്മുടെ സങ്കടം എല്ലാം, രോഗവിവരങ്ങളും ലക്ഷണങ്ങളും, അല്ലേ, എല്ലാം അങ്ങ് വിവരിക്കാൻ എന്തോ ഒരു ഇത് വെപ്രാളമാണ്. ഇനി ഒരു ഡോക്ടർ മൊത്തം ഇതൊന്ന് കേട്ടെന്നിരിക്കട്ടെ, ഇവിടെ നിങ്ങൾ എന്തു പറയുന്നറിയാം? നല്ല ഡോക്ടർ, അയാൾക്ക് ബാക്കി അറിയത്തില്ല, അതുകൊണ്ടാണ് നിങ്ങളെ മൊത്തം ഒരു ഇത് കേൾക്കുന്നത്, അല്ലേ? അപ്പം ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടം പോലെ സമയമുണ്ട്. നിങ്ങൾ മുഴുവൻ സമയം രാത്രി ഇരുന്ന് മൊത്തം അങ്ങ് നിങ്ങളുടെ സങ്കടം മൊത്തം പറഞ്ഞോ, കേട്ടോളൂ. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം? ദൈവത്തോടൊഴികെ ബാക്കി എല്ലാവരോടും ചെന്ന് പറയും. ഇന്നൊരു തീരുമാനമെടുക്കാൻ, ഈ എൻ്റെ പ്രശ്നം ഞാനിനി ഒരു മനുഷ്യനോടും പ്രത്യേകിച്ച് സാമ്പാസ്റ്ററോടും പറയത്തില്ല എന്നൊരു തീരുമാനവും എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക് എടുത്തിരിക്കുകയാണ്, ആരും പ്രശ്നമായിട്ട് വരും, അല്ലേ? അപ്പം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ പ്രശ്നം ഞാൻ കേട്ടു, എന്താ ഗുണം? മാക്സിമം പ്രാർത്ഥിക്കുക എന്ന് പറയും. ഓക്കെ, അത് ചെറിയ കാര്യമല്ലായിരിക്കും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, വല്ലവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കത് ദൈവത്തോട് നേരിട്ടങ്ങ് പറഞ്ഞുകൂടെ? അങ്ങനെ പറയാൻ പറ്റാത്ത ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ദൈവമായിട്ട് എന്തോ ഒരു കണക്ഷൻ എററുണ്ട്. അതാദ്യം ശരിയാക്കണം, അല്ലേ? അത് ശരിയാക്കണം. ദൈവത്തോട് എനിക്ക് നേരിട്ട് പോയി എൻ്റെ വിഷയം പറയാനുള്ള ആ ഒരു ബന്ധം നമുക്കുണ്ടാണ് പ്രിയപ്പെട്ടവരെ. ആ ബന്ധം, അപ്പം പ്രാർത്ഥന, ഫിലിപ്പിയ ലേഖനം 4-6 എല്ലാവർക്കും കാണാപ്പാടം അറിയാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ട്, ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, പകരം എന്ത് ചെയ്യണം? എല്ലാറ്റിലും പ്രാർത്ഥനയാൽ അപേക്ഷയാലും ദൈവത്തോട് അപേക്ഷിക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കത്രേ. ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാം, പക്ഷേ ഒരു രീതിയുണ്ട്. എങ്ങനെ ചെയ്യണം? സ്തോത്രം. അതിനിപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടിയ? നിങ്ങളുടെ ചില പ്രാർത്ഥന കേട്ടറിയാം. സ്തോത്രം, സ്തോത്രം യേശുവേ, കർത്താവേ സ്തോത്രം, കർത്താവേ ഇന്ന് രാവിലെ കാലം സ്തോത്രം, സ്തോത്രം, കർത്താവേ ഇന്ന് രാവിലെ കാലം ഇവിടെ വരുവാനും സ്തോത്രം. അങ്ങനത്തെ സ്തോത്രമല്ല, വിത്ത് താങ്ക്സ് ഗിവിങ്. അതായത് ഒരു ഫോർമാറ്റുണ്ട്. നമ്മളൊരു സർക്കാർ ആഫീസിൽ അപേക്ഷ കൊടുക്കണമെങ്കിൽ ഒരു ഫോർമാറ്റുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ 5 രൂപയുടെ ഒരു കോഡ് ഫീസ് സ്റ്റാമ്പിൻ്റെ മൂലയിൽ ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് കൊടുത്താലേ എടുക്കൂ, ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ഇതുപോലെ മുകളിലോട്ട് എന്ത് അപേക്ഷ പ്രാർത്ഥനയിൽ കൊടുത്താലും അതിനൊരു സ്റ്റാമ്പ് ഒട്ടിക്കണം. ഏതാണ് സ്റ്റാമ്പ്? സ്തോത്രം എന്നൊരു സ്റ്റാമ്പ്. നിങ്ങൾ ആ സ്റ്റാമ്പ് ഒട്ടിക്കാതായി കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇത് റിജക്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് വീട്ടിൽ പോയിട്ട് ആ അപേക്ഷ എടുത്തിട്ട് ആ സ്തോത്രം ഒട്ടിച്ചിട്ട് മുകളിലോട്ട് കൊടുത്തേ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയിപ്പം സ്തോത്രം പറഞ്ഞ് പോരാ, കൂടുതൽ പറയണം. അങ്ങനെയല്ല, പ്രാർത്ഥനയിൽ ഒത്തിരി സ്തോത്രം പറയണമെന്നല്ല. നന്ദിയോ, സ്തോത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? താങ്ക്സ് ഗിവിങ്. താങ്ക്സ് ഗിവിങ്. വിത്ത് താങ്ക്സ് ഗിവിങ് ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി മെയ്ഡ് നോൺ ടു ഗോഡ്. നമ്മളെ ആകുലപ്പെടുന്ന വിഷയങ്ങൾ എന്താ? വിത്ത് താങ്ക്സ് ഗിവിങ് ക്യാൻ വി ട്രൈ ടെല്ലിങ് ഇറ്റ് ടു ഗോഡ്, അല്ലേ? ഇനി ഒന്ന് ഓർത്തോട്ടെ, പ്രേയർ ഈസ് ദ എനിമി ഓഫ് വറി. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും പിന്നെ ആകുലപ്പെടാനും കൂടെ പറ്റത്തില്ല, രണ്ടും കൂടെ പറ്റും, ഏതെങ്കിലും ഒന്ന്. പക്ഷെ നമ്മൾ ഏതാ തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ ചിലപ്പം നമ്മളിങ്ങനെ കൊച്ചായിരിക്കുമ്പോഴൊക്കെ ഒന്ന് തൊട്ടെ, ഏതെങ്കിലും ഒന്ന് തൊട്ടെ, ഏതെങ്കിലും ഒന്ന് തൊട്. ഇത് പ്രാർത്ഥന, ഇത് ആകുലം.
ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ പറ്റത്തില്ല. പക്ഷെ നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് രണ്ടും പറ്റും. നമ്മൾ ആകുലപ്പെട്ടുകൊണ്ടും ഇരിക്കും, ഇപ്പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കും. ഇത് രണ്ടും കൂടെ പറ്റത്തില്ല, രണ്ടും കൂടെ ചേരുന്നില്ല. അതാ വിഷയം. ഒന്നീ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ എന്താ തീരുമാനിക്കാൻ പോകുന്നത്? പക്ഷെ നമ്മുടെ പ്രശ്നം ഈ ആകുലം എല്ലാം കൂടെ മാറിയാൽ പിന്നെ നമുക്കൊരു പണ്ടിരിക്കും അമ്മച്ചിക്ക് എന്നും പ്രശ്നമാണ്. എന്നും വന്ന് പ്രാർത്ഥന കഴിച്ച് പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, പാസ്റ്റർ പ്രാർത്ഥിച്ചു വിടും. ഒരു ദിവസം പ്രസംഗമൊക്കെ കേട്ട് പാസ്റ്റർ ശരിക്കും നല്ലോണം പ്രാർത്ഥിച്ചങ്ങ് വിട്ടു. കുറേ കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. എന്തുവാ, എനിക്കിപ്പോൾ ആകുലത ഒന്നുമില്ല, അതുകൊണ്ട് എനിക്കെന്താ എന്തോ പോലെ. ഇതാ നമ്മുടെ പ്രശ്നം. ഈ ആകുലം എല്ലാം കൂടെ അങ്ങ് പോയാലും കുഴപ്പമാണ്. കാര്യം നമ്മൾ അങ്ങനെ ഒരു അല്ലേ, ഒരു പാട്ടുണ്ടല്ലോ, സമ്മോദമായി അകന്നു നിത്യം യേശുമതി എനിക്ക്, യേശുമതി എനിക്ക് എന്നേക്കും എന്നുള്ള പാട്ടിനകത്തൊരു ഒരു ചരണമുണ്ട്. സമ്മോദമോടെ എന്നെ നിത്യം. അതിന് തൊട്ട് മുമ്പ് എന്തൊഴിയാനെന്നുള്ളൊരു വാക്കുണ്ട്. എന്ത് ചെയ്യാനാ, പഴയ മനുഷ്യനായി പോയി, പാട്ടുകൾ പഴയതാണ് വരുന്നത്. പോട്ടെ. അപ്പം ഈ ആകുലം വരുമ്പം പ്രാർത്ഥിക്കുവാൻ അങ്ങ് ശീലിക്കുന്ന നന്നായിരിക്കും. എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുക. ഇന്ന് നമുക്ക് ആ റീസെറ്റ് ബട്ടൺ ഒന്ന് നമുക്കാമോ? ഇതുവരെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റമായിട്ടിരുന്നേ. ഇനി എന്താണ്, അതൊന്ന് പതുക്കെ ഒന്ന് ഞെക്ക. എവിടെയാണ് റീസെറ്റ് ബട്ടൺ ഞെക്കേണ്ടത്? എവിടെയാണ്? നിങ്ങളുടെ തലയ്ക്കകത്താണോ ബട്ടൺ ഇരിക്കുന്നത്, ഹൃദയത്തിലാണോ? എവിടെയാണെങ്കിലും ആ ബട്ടൺ ഒന്ന് ഞെക്കി ഒന്ന് റീസെറ്റ് ചെയ്യാം, അല്ലേ? ആ ഫാക്ടറി സെറ്റിങ്ങിലോട്ട്, ആ ഒറിജിനൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ എന്തിനായിട്ട് സൃഷ്ടിച്ചു, അല്ലേ? അങ്ങനെയെങ്കിൽ അതിനായിട്ട് നമുക്ക് മടങ്ങി വരാം. അതായിട്ട് നമ്മൾ തീരാൻ പ്രിയപ്പെട്ടവരെ. അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് എല്ലാവരും സമർപ്പിക്കുമോ? കർത്താവ്, എൻ്റെ ആകുലതയെല്ലാം ഞാനൊന്ന് വിട്ടിട്ട്, കർത്താവ് എൻ്റെ ഭാരങ്ങളെല്ലാം നിൻ്റെ പാദത്തിലിട്ടിട്ട്, കർത്താവെ ആകുലപ്പെടാതെ ഇവിടെ നിന്ന് പോകുവാൻ എന്നെ നീ സഹായിക്കണമേ. എൻ്റെ ഭാരം പ്രയാസങ്ങളെല്ലാം ഞാനിതാ നിൻ്റെ ചുമലിൽ നീ ചുമന്നതല്ല, ഒരിക്കലായിട്ട് എനിക്ക് വേണ്ടിയുള്ളതെല്ലാം അങ്ങ് ചുമന്നൊഴിച്ചല്ലപ്പാ. ഇനി ഞാനത് ചുമന്നു നടക്കേണ്ട ആവശ്യമില്ലപ്പാ. കർത്താവേ, ഞങ്ങളുടെ ആകുലങ്ങളും ഞങ്ങളുടെ ചിന്തകളും പ്രയാസങ്ങളും എല്ലാം അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഇടുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാതെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുന്ന് കർത്താവേ സകലത്തിലും അങ്ങ് മഹത്വം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.